നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. ചേലക്കര എളനാട് മേപ്പാടം റോഡിലൂടെ അമിത ഭാരം കയറ്റിപ്പോകുന്ന ടോറസ് ലോറികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി വടക്കാഞ്ചേരി ജോയിന്റ് RTOയ്ക്ക് പരാതി നൽകി. ചേലക്കര എളനാട് മേപ്പാടം റോഡിൽ അമിതഭാരത്തിലും അളവിലും കല്ലുകൾ കയറ്റിപ്പോകുന്ന ടോറസ് വാഹനങ്ങൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം അമിതഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്നും ആലിൻചൂട് ഭാഗത്ത് വെച്ച് വലിയ കല്ല് റോഡിലേക്ക് വീണിരുന്നു. ആ സമയത്ത് യാത്രക്കാർ ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. പ്രദേശത്തെ BM&BC നിലവാരത്തിൽ ലക്ഷങ്ങൾ മുടക്കി പണിത റോഡുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും തകരുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ടോറസ് ലോറിയിൽ നിന്ന് വീണ കല്ലാണ്. അത്ഭുതകരമായാണ് യാത്രക്കാരൊക്കെ രക്ഷപ്പെടുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ടോറസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഡി ലെവലിൽ കല്ല് വന്നാൽ തന്നെ അത് ഓവർലോഡാണ്. ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട്. കൃത്യമായ നടപടിയെടുക്കണം. അതല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ. എളനാട് തിരുമണി റോഡിന്റെ 5 കിലോമീറ്റർ ഭാഗം അടുത്തിടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ കൃത്യം 2 മാസം പിന്നിടുമ്പോഴേക്കും റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടു കഴിഞ്ഞു. നിർമ്മാണത്തിലെ അപാകതകൾ അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ വിജിലൻസിനും ചേലക്കര PWD ഓഫീസിലും പാർട്ടി നേരത്തെ പരാതി നൽകിയിരുന്നു. അമിതഭാരം കയറ്റിപ്പോകുന്ന ടോറസുകളെ കർശനമായി നിയന്ത്രിക്കുക, തകർന്ന റോഡുകൾ എത്രയും വേഗം പുനർനിർമ്മിക്കുക, എളനാട് മേപ്പാടം റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകണം. അല്ലാത്തപക്ഷം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഷാജഹാൻ എളനാട് മുന്നറിയിപ്പ് നൽകി. പ്രദേശത്ത് BM&BC നിലവാരത്തിൽ പണിത റോഡുകൾ പോലും നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എളനാട് തിരുമണി റോഡ് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 5 കിലോമീറ്ററാണ് BM&BC നിലവാരത്തിൽ പണിത് 1/1/2026 നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 മാസം പിന്നിടുമ്പോഴേക്കും റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നത് കൊണ്ടാണ് എന്നാണ് പൊതുവായി പറയുന്നത്. പക്ഷേ അതൊരു ആധികാരികമായി അന്വേഷിച്ച് നമുക്ക് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ വിജിലൻസിലും അതുപോലെ തന്നെ ചേലക്കര PWD ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ റോഡിൻ്റെ നിർമ്മാണത്തിൽ അപാകതകൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, റോഡ് എത്രയും പെട്ടെന്ന് തകർന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുക, അതുപോലെ തന്നെ എളനാട് മേപ്പാടം റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചിട്ടുണ്ട്. കാന ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും കാനകളില്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ റോഡിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു, യാത്രക്കാർക്ക് ഭീഷണിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അത് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ, വളരെ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ. ടോറസിൽ നിന്നും കല്ല് വീണ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശവാസികളായ ഉദയപ്പൻ, കണ്ണൻ, മർക്കോസ് തുടങ്ങിയവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു.